ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി കേരളമാകെ മാതൃകയായി മാറുന്ന കാരുണ്യ പ്രവൃത്തിയാണെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട ഭവനരഹിതരെ കണ്ടെത്തി കൂട്ടായ്മയിലൂടെ മനോഹരമായ കൊച്ചു വീടുകൾ നിർമ്മിച്ചു നൽകുന്ന സ്നേഹദീപം പദ്ധതി നാടിനാകെ അഭിമാനമാണെന്നും മാണി സി കാപ്പൻ അഭിപ്രായപ്പെട്ടു. മറ്റൊരു ജനപ്രതിനിധിയും ചെയ്യാത്ത വിധത്തിലുള്ള സത്പ്രവൃത്തികളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി ജനമനസ്സുകളിൽ സ്ഥാനം നേടിയതുകൊണ്ടാണ് 3 പതിറ്റാണ്ടായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ ജോസ്മോൻ മുണ്ടയ്ക്കലിന് സാധിക്കുന്നതെന്നും മാണി സി കാപ്പൻ അഭിപ്രായപ്പെട്ടു. സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള 63ാം സ്നേഹവീടിൻ്റെ ശിലാസ്ഥാപന കർമ്മം മീനച്ചിൽ പഞ്ചായത്തിലെ പൂവരണിയിൽ നിർവഹിക്കുകയായിരുന്നു മാണി സി കാപ്പൻ. ജോസ്മോൻ മുണ്ടയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ ഇത് 62 വീടുകൾ ഇതുവരെ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായൊരു കാര്യമാണ്. ആ അവിശ്വസനീയതയുടെ ഉത്തമമായ ഉദാഹരണം ജനങ്ങളിലേക്ക് എത്തിയെന്നുള്ളതിന് തെളിവാണ്. ഇവിടെ ഒന്ന് പരിചയമില്ലാത്ത കുറലങ്ങായിട്ട് പോകുന്ന 5000 വീട്ടിന് പുള്ളി ജയിച്ചു. അപ്പം നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവം തിരിച്ചറിയും, ജനങ്ങൾ തിരിച്ചറിയും എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ്. അത് ഇവിടെ നിൽക്കേണ്ടവനല്ല, അസംബ്ലിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ പൂർത്തീകരണം എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ തറക്കല്ലിൽ കർമ്മം നിർവഹിക്കുന്നു. NB ശശിധരൻ നായർ നെല്ലാലയിൽ സംഭാവന നൽകിയ 5 സെന്റ് സ്ഥലത്താണ് സ്നേഹദീപത്തിൻ്റെ 63ാമത്തെയും മീനച്ചിൽ പഞ്ചായത്തിലെ 4ാമത്തേതുമായ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നത്. യോഗത്തിൽ മീനച്ചിൽ സ്നേഹദീപം പ്രസിഡന്റ് ഷിബു പൂവേലിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അമ്പിളി ജി, ജിൻസി അഭിലാഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി MS, പഞ്ചായത്ത് മെമ്പർമാരായ ആശ സന്തോഷ്, പ്രിൻസ് ഓടയ്ക്കൽ, ബിൻസി ജോബി, ഷൈനി തോമസ്, മുൻ പഞ്ചായത്ത് മെമ്പർ ബിജു കുമ്പളന്താനം, സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ബെന്നി ഗണപതി പ്ലാക്കൽ, NB ശശിധരൻ നായർ നെല്ലാലയിൽ, സന്തോഷ് കാപ്പിൽ, M ജോസഫ്, ഷാജി വെള്ളാപ്പാട്, ഷിജോ കുന്നത്തുപുരയിടം എന്നിവർ പ്രസംഗിച്ചു.